നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EPL നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് സൗത്താംപ്ടൺ മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസാസ്റ്ററിലേക്ക് പോകേണ്ട റിസൾട്ടായിരുന്നു. പക്ഷേ ഹമാദിന്റെ ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. കാരണം 82 മിനിറ്റിൽ റെലിഗേഷൻ ഫൈറ്റിൽ അവസാനമുള്ള സൗത്താംപ്ടനെതിരെ 1-0 പിറകിൽ നിൽക്കുന്നു. പിന്നീട് 10 മിനിറ്റിൽ 3 ഗോളുകൾ അടിച്ചുകൊണ്ട് ഒരു ബ്രില്യൻ പെർഫോമൻസ് അമാദിന്റെ സൈഡിൽ വന്നു. അങ്ങനെ 3-1 വിജയത്തിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്തുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ മത്സരത്തിൽ പറയേണ്ടതുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ചാൻസുകൾ ക്ലിനിക്കലായിട്ട് വന്നിട്ടുള്ളത് സൗത്താംപ്ടന്റെ സൈഡിൽ നിന്നാണ്. ഒനാനയുടെ ഇന്നത്തെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. കാരണം ഒരു 4-5 ഷോട്ടുകൾ ഫസ്റ്റ് ഹാഫ് തന്നെ പുള്ളി സേവ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നെങ്കിലും കയറിയിരുന്നെങ്കിൽ കളിയുടെ റിസൾട്ട് ഒരു മറ്റ് ലെവലിലേക്ക് പോകേണ്ട ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇവിടെ സുലൈമാന എന്നുള്ളൊരു പ്ലെയറെ ലെഫ്റ്റ് വിങ്ങിൽ നല്ല രീതിയിൽ തന്നെ നോട്ടീസ് ചെയ്തു. കാരണം പുള്ളിയുടെ സ്പീഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ടീമുകൾ വന്ന് സുലൈമാനെ കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഇന്നൊരു 3-4 ഇൻസ്റ്റൻസിൽ പുള്ളി ലെഫ്റ്റ് വിങ്ങിലൂടെ ബോൾ കൊണ്ടുപോയത് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റോപ്പ് ചെയ്യുന്നു, സ്പീഡപ്പ് ചെയ്യുന്നു, വീണ്ടും സ്റ്റോപ്പ് ചെയ്യുന്നു, വീണ്ടും സ്പീഡപ്പ് ചെയ്യുന്നു. അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവ് ലെഫ്റ്റ് വിങ്ങിലൂടെ സുലൈമാനെ കൊണ്ടുവന്നു എന്ന് പറയേണ്ടി വരും. ഒരു ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ സെക്കൻഡ് ഹാഫ് കിട്ടി, പക്ഷേ പുള്ളിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫിന്റെ അവസാന ഘട്ടത്തിലാണ് സൗത്താംപ്ടന് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഒരു സെറ്റ് പീസ് ആയിരുന്നു. സെറ്റ് പീസിന് വന്ന പന്ത് ഉഗാത്തിയുടെ ദേഹത്തിൽ തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് പോസ്റ്റിലേക്ക് വരുന്നു. അങ്ങനെ 1-0 ലീഡിലേക്ക് സൗത്താംപ്ടൺ എത്തുകയും ചെയ്തു. പിന്നീട് തിരിച്ചു വരാൻ വേണ്ടി യുണൈറ്റഡ് മൂക്കുകൊണ്ട് എണ്ണ വരക്കുന്നു. കാരണം ഒരുപാട് ചാൻസുകൾ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു. 23 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 59% പൊസഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിലായിരുന്നു. ഇവിടെ ഗർനാച്ചോക്ക് ചാൻസ് ഉണ്ടായിരുന്നു, സിക്സേക്ക് ചാൻസ് ഉണ്ടായിരുന്നു, ബ്രൂണോ ഒരു ചാൻസ് മിസ് ചെയ്തു. അങ്ങനെ ചാൻസുകൾ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഒന്നും കൺവേർട്ട് ചെയ്യാൻ രാംസ്ഡെയിൽ അനുവദിച്ചില്ല എന്ന് പറയേണ്ടി വരും. കാരണം പുള്ളി ഇന്ന് സോളിഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് മുമ്പോട്ട് വെച്ചത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നത് ഒന്നുകിൽ ഗർനാച്ചോ ഒക്കെ വളരെ ഈസി ആയിട്ട് ബോള് ഗോൾ കീപ്പറെ കയ്യിലേക്ക് അടിച്ചു കൊടുക്കുന്നു, ഡയറക്റ്റ് ഷോട്ട്, അല്ലെങ്കിൽ ഷോട്ട് ചെറിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഫൈനൽ തേർഡ് കൊണ്ടുപോയി സൗത്താംപ്ടൺ ഡിഫൻസ് വന്നിട്ട് അത് ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ റിക്കവർ ചെയ്തിട്ട് മറ്റൊരു അറ്റാക്കിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരുപാട് ചാൻസുകൾ മിസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മത്സരമാണ് നമ്മൾ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു 75 മിനിറ്റ് കഴിഞ്ഞു. ആ സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ എറിക്സനെ കൊണ്ടുവരാൻ വേണ്ടി അമോറിം തയ്യാറെടുക്കുന്നു. ഏതാണ്ട് കളി കഴിയുന്നു പോകും എന്നുള്ള സിറ്റുവേഷനിലാണ് അമാദിന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആ മൂവ്സ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വോക്കർ പീറ്റേഴ്സ് അമാദിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പരിധി വരെ പുള്ളിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഈ ഒരു ഷോട്ടിൽ അമാദ് റൈറ്റ് വിങ്ങിലൂടെ അകത്തേക്ക് കട്ട് ചെയ്ത് വരികയാണ്. വാക്കർ പീറ്റേഴ്സ് കൂടെ തന്നെ ഉണ്ട്. ആദ്യത്തെ ഷോട്ട് പുള്ളി ബ്ലോക്ക് ചെയ്യുന്നു. ആ ഡിഫ്ലക്റ്റ് ആയിട്ട് വന്നുള്ള പന്ത് ഒരു ടച്ച് എടുത്ത് വീണ്ടും ബോക്സിനകത്തേക്ക് കയറിയിട്ടാണ് അമാദിന്റെ ആദ്യത്തെ ഗോൾ വരുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആയിരുന്നു. പുള്ളിയുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് രണ്ടാമത്തെ ഷോട്ടിൽ വളരെ വ്യക്തമായിരുന്നു. രാംസ്ഡെയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 1-1 എന്ന രീതിയിൽ 82 മിനിറ്റിൽ യുണൈറ്റഡ് കളിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് എറിക്സനെ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ കൊണ്ടുവന്നു, മഗ്വയർ വന്നു. ആ സമയത്ത് തന്നെ എറിക്സൺ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അമാദിന്റെ മറ്റൊരു മൂവാണ് 98 മിനിറ്റിൽ നമ്മൾ കണ്ടത്. റൈറ്റ് വിങ്ങിലൂടെ ആ ഒരു റണ്ണ് വരുന്നു. പുള്ളി എറിക്സണിലേക്ക് ബോൾ പാസ് ചെയ്യാണ്. ഒരു 1-2 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എറിക്സന്റെ എനിക്ക് തോന്നുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടച്ച് ആ സമയത്ത് എടുത്തു പറയണം. ആ പന്ത് കൃത്യമായിട്ട് അമാദിന്റെ കാലിലേക്ക് എത്തി. അമാദ് ഡയറക്റ്റ് ഷോട്ട് എടുക്കുന്നു. എനിക്ക് തോന്നുന്നു രാംസ്ഡെയിൽ ചാടിയൊക്കെ നോക്കി, പക്ഷെ ചെറിയ വ്യത്യാസത്തിൽ അത് ബോക്സിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 1-0 പിറകിലുണ്ടായിരുന്ന യുണൈറ്റഡ് 2-1 എന്ന രീതിയിലേക്ക് 90 മിനിറ്റ്സിൽ എത്തുകയാണ്. അതോടുകൂടി ആ സ്റ്റേഡിയത്തിന്റെ അറ്റ്മോസ്ഫിയർ എനിക്ക് തോന്നുന്നു ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയി. അമാദ് എന്ന് പറഞ്ഞ പയ്യൻ ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ ഈ കളിയിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നീട് കാര്യങ്ങൾ കൈവിട്ടുപോയി. ശരിക്കും പറഞ്ഞാൽ സൗത്താംപ്ടന്റെ ഡിഫൻസ് വളരെ പാനിക്കായി. അവർക്കറിയാം അതിന് തിരിച്ചു വരാനുള്ള ചാൻസുകൾ വളരെ വളരെ കുറവാണ്.
മറ്റൊരു മിസ്റ്റേക്കാണ് ഡിഫൻസ് നമ്മൾ കണ്ടത്. രാംസ്റ്റേൽ ഒരു ഷോർട്ട് പാസ് ഡിഫൻസിൽ നിന്ന് ബെല്ലിസിലേക്ക് കൊടുക്കുന്നു. ബെല്ലിസ് ഒരു ഹെവി ടച്ച് അവിടെ എടുക്കുകയാണ്. ഈ സമയത്ത് പരകിലൂടെ ഓടി വന്ന അമാദ് ആ ബോൾ സ്റ്റീൽ ചെയ്തുകൊണ്ട് ഹാട്രിക് പൂർത്തിയാക്കുകയാണ്. അങ്ങനെ 90 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും 3-1 എന്നുള്ള ഒരു സ്കോറിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരികയാണ്. എനിക്ക് തോന്നുന്നു അമാദിനെ പോലുള്ള ഒരു 3-4 പ്ലേയേഴ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടീം കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ആവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ പ്ലേയേഴ്സും സെക്കൻഡ് ഹാഫിൽ ഇൻറ്റൻസിറ്റിയോടെ കളിച്ചു, അതിന് സംശയമൊന്നുമില്ല. ഡിഫൻസിന്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള അവസാനത്തെ 15 മിനിറ്റ്സ് ആണ് നമ്മൾ സൗത്താംപ്ടന്റെ സൈഡിൽ നിന്ന് കണ്ടത്. കാരണം അവർ ആ ഗോളിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തു, കളിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫുട്ബോൾ പലപ്പോഴും ഇതുപോലുള്ള റിസൾട്ടുകൾ കൊണ്ടുവരാറുണ്ട്. നിങ്ങൾ മാക്സിമം ശ്രമിക്കുക, നിങ്ങളുടെ ശ്രമം വിജയത്തിലേക്ക് എത്തുന്നുള്ളതാണ് നമ്മൾ അവസാന നിമിഷമൊക്കെ ഇഞ്ചുറി ടൈമിലൊക്കെ കാണാറുള്ളത്. എന്തായാലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. 3 പോയിന്റുകൾ സ്വന്തമാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുമ്പോട്ട് പോകുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.